കാസർഗോഡ് കുഞ്ചത്തൂരിലും പുത്തികയിലും മധൂറിലും കള്ളവോട്ടിന് ശ്രമമെന്ന് ഉള്ളൊരു വിവരമുണ്ട്. പത്തികയിൽ കള്ളവോട്ടിന് ശ്രമിച്ചയാളെ ബൂത്തിനുള്ളിൽ തടഞ്ഞുവെച്ചു. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചത് CPM പ്രവർത്തകരെന്നാണ് BJP ആരോപിക്കുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ കാലിക്കടവ് ഇളമ്പച്ചി വാർഡിലെ കള്ളവോട്ട് ശ്രമം കലാശിച്ചത് ആക്രമണത്തിലാണ്. പരാതി നൽകിയ UDF ബൂത്ത് ഏജന്റുമാരിൽ ഒരാളെ ബൂത്തിലിട്ട് മർദ്ദിച്ചു. ഒരാളെ പുറത്തിറങ്ങിയപ്പോഴും തല്ലി. അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് CPMന്റെ ശ്രമമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. രാവിലെ മുതൽ ഇവിടെ കള്ളവോട്ട് വളരെ നന്നായിട്ട് വരുന്നൊരു ബൂത്താണ് ഈ പിലിക്കോടിലെ 13-ാം വാർഡ് സ്മാർട്ട് അങ്കണവാടി എന്ന് പറഞ്ഞ ബൂത്ത്. CPMന്റെ സ്ഥിരം കള്ളവോട്ട് ചെയ്യുന്നൊരു ബൂത്താണ്. അപ്പോൾ കള്ളവോട്ട് പിടിച്ചതിൻ്റെ ഇത് ഫസ്റ്റേ അവരെന്നോട് കാണിക്കുന്നുണ്ട്. വൈകുന്നേരം 4:45 ബൂത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും നിന്നെ തച്ച് കൊലപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. ഞാൻ ആ ഭീഷണിക്കൊന്നും ഞങ്ങളെ ബൂത്തിലിരിക്കുന്ന 3 ആളുകളും തയ്യാറാകാത്തതിൻ്റെ പേരിൽ 15ഓളം CPMന്റെ ഗുണ്ടകൾ വന്ന് എൻ്റെ പുറകിൽ ഒരാൾ 2 ആളുകൾ പുറകിൽ കെട്ടിയിടുകയും മുഖത്തും തലക്കും അതിമാരകമായി അടിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് മർദ്ദനേറ്റിരുന്നു. കാലിന് മർദ്ദനേറ്റു, പിന്നെ കയ്യിലിന് പിടിച്ച് വലിച്ചു, കോളർ പിടിച്ച് വലിച്ചു. കള്ളവോട്ട് 10-ലധികം കള്ളവോട്ട് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. ഞാൻ മാടക്കാലി GLPS സ്കൂളിലെ ബൂത്ത് ഏജൻറ്റാണ്, സ്ഥാനാർത്ഥിൻ്റെ ഏജൻറ്റാണ്, ചീഫ് ഏജൻറ്റാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ചെറിയ കശവിലുണ്ട്. അപ്പോൾ അത് ഭീഷണിയുണ്ട്. അവർ സ്ഥാനാർത്ഥിയും അവരെ സ്ഥാനാർത്ഥി LDFൻ്റെ സ്ഥാനാർത്ഥിയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ ഇത് വോട്ട് കഴിയുമെന്ന് അന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യസമയം 6 മണി കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. ഞാൻ അകത്താണ് ഉള്ളത്. ക്ലോസ് ചെയ്തു, എല്ലാം കെട്ടി. ആ സമയത്ത് പുറത്ത് ഭയങ്കര ഒച്ചപ്പാട്, നമ്മളെ കുട്ടികളും അവരുമായിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവരൊക്കെ എല്ലാവരും, അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മളെ കുട്ടികളെയും അതിൻ്റെ ഇടയ്ക്ക് ഞാനും എല്ലാവരെയും കൂടെ തല്ലാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഓൾറെഡി എന്നെ ഇവർ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഇത് CPMന്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി നടന്ന ഒരു അക്രമമാണ്. മാടക്കാലിൽ ആ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റിനെ വളരെ മൃഗീയമായാണ് ആ ചെറുപ്പക്കാരനെ ആക്രമിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ അവിടെ സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. അത്രത്തോളം ഗുരുതരമായ പ്രതികരണങ്ങൾ പലരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണ് പിന്നീട് സംഭവിച്ചത്? പൂജ, കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളും അതേ തുടർന്ന് പിന്നീട് അക്രമ സംഭവങ്ങളും ഉണ്ടാകുന്നത്. കാര്യമായി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വലിയപറമ്പ് അതോടൊപ്പം തന്നെ പിലിക്കോട് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ്. പലയിടങ്ങളിലും UDFന്റെ ബൂത്ത് ഏജന്റുമാർക്ക് ബൂത്തിനകത്ത് നിന്ന് പോലും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ പോലും CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നായി കള്ളവോട്ട് വ്യാപകമായി നടന്നു എന്നുള്ള ഒരു ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലാണെങ്കിലും മഞ്ചേശ്വരത്തും അതോടൊപ്പം തന്നെ പുത്തികയിലും അടക്കം CPM പ്രവർത്തകർ തന്നെ ഇടപെട്ട് കള്ളവോട്ട് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് ആരോപണം ഉയരുന്നുണ്ട്. അതോടൊപ്പം BJP ഭരിക്കുന്ന മധൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ, ആ വാർഡിനകത്ത് ചൂരി എന്ന് പറയുന്ന വാർഡിനകത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ, അവിടെ മുസ്ലിം ലീഗും SDPIയും തമ്മിലാണ്, UDFും SDPIയും തമ്മിലാണ് ഇത്തരത്തിൽ മത്സരം നടക്കുന്നത്. അവിടെ ലീഗ് പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്ന് SDPI നേതാക്കളും ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില മേഖലയ്ക്കകത്ത് മൊട്ടമൽ എന്നൊക്കെ തന്നെ അറിയപ്പെടുന്ന മേഖലയ്ക്കകത്ത് UDF LDF പ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടായി. അതിൽ UDF പ്രവർത്തകർ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലും LDF പ്രവർത്തകർ പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുകയാണ്. പൂജ. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.